ഹലോ ഫ്രണ്ട്സിക്കാണേ, ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ ലേഖാക്കണില്ല, നേരെ വീട്ടിലേക്ക്. ഞാൻ ക്യാപ്റ്റനോട്ടിന് ഞായറാഴ്ച പള്ളി പോട്ടാ. പള്ളി പോട്ട് ആ വരണ വഴി ബീഫ് വാങ്ങലോ, അങ്ങനെ നേരെ വിട്ടു പള്ളിക്ക്. പള്ളി കഴിഞ്ഞപ്പോ ദേ പോണു താറാവട്ടി. ഇതാണ് ഞങ്ങളുടെ പുതിരുത്തിലെ ജയമാമൻ. ഞങ്ങളുടെ താറാവിന്റെ ഒക്കെ രഹസ്യച്ചാരൻ ഇങ്ങനെയായിരുന്നു കേട്ടാ. അതിന്റെ അഹങ്കാരം ഒന്നും ജയമാന്റെ മുഖത്തേ ഇല്ലട്ടാ. ഞങ്ങൾ കുർബാന കഴിഞ്ഞ് നേരെ വിട്ടു മസാല ദോശ കഴിക്കുക. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടാ വിചാരിച്ചത്. പക്ഷെ ക്യാപ്റ്റന് പണിയുള്ള കാരണം ഞങ്ങൾ ഇന്ന് നാട്ടിൽ ഒതുക്കി. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ വിധു ഹോട്ടലിൽ. ഇന്ന് തുറക്കില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നേട്ടാ. പക്ഷെ എന്തൊരു ഭാഗ്യത്തിന് വിധു ഹോട്ടൽ തുറന്നുണ്ട്. ഇതാണ് ഹോട്ടൽ നടത്തുന്ന ചേട്ടൻ. ഇവിടെ മസാല ദോശ ഉണ്ട്, സ്പെഷ്യൽ മസാല ദോശ ഉണ്ട്. ഇവിടെ ഞായറാഴ്ച ഗംഭീര തിരക്കാട്ട മസാല ദോശയ്ക്ക്. നല്ല ഫുഡാട്ടോ ഇവിടുത്തെ. അങ്ങനെ സ്പെഷ്യൽ മസാല ദോശ തന്നെ പറഞ്ഞു. ഗംഭീര ആയിക്കോട്ടെ, ഞായറാഴ്ച അല്ലേ. മസാല ദോശ എൻ്റെ പ്ലേറ്റിലിട്ട് ഓർമ്മയിലോട്ടോ. ഞാൻ ബുന്നോട്ട് കാലിയാക്കി. പക്ഷെ എൻ്റെ അപ്പുറത്തെടുത്തിട്ട് ഒരാൾ മസാല ദോശ കഴിച്ച് കഴിഞ്ഞിട്ടും ഉഴുന്നുവട ഒരു പിടി പിടിക്കുന്നുണ്ട്. അത്രയ്ക്ക് രുചി ഇവിടുത്തെ ഫുഡ് കണ്ട. ചെറിയ ഹോട്ടലാണെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞായറാഴ്ചയിൽ എല്ലാ ദിവസവും തിരക്കുണ്ട്. ഇവിടെ ഒരാൾ ഒരു വട്ടം ഭക്ഷണം കഴിച്ച് ഇടയ്ക്ക് വരും ഇവിടേക്ക്. ക്യാപ്റ്റൻ മസാല ദോശ കഴിച്ചതിൻ്റെ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അവിടുത്തെ തിരക്ക് നോക്കിയേ. ആ ചേട്ടൻ മസാല ദോശ പൊതിഞ്ഞിട്ടാണ് അടുത്ത് വർത്താൻ പറഞ്ഞത്. ഇവിടെ നല്ല തിരക്കാണ്. അവിടെ മസാല ദോശയും സ്പെഷ്യൽ മസാല ദോശയും കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ വീണ്ടും വരും. ഞങ്ങൾ ബില്ല് കൊടുത്ത് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ഇരുന്ന സീറ്റൊക്കെ ഫില്ലായി. ഞങ്ങൾ ഇറങ്ങും തോറും ആൾക്കാർ കയറി വരട്ടെ ഈ ഹോട്ടലിലേക്ക്. ഈ അമ്പലപുര പീസോമിന് അടുത്താട്ടാ ഈ ഹോട്ടൽ വരണത്. ഇന്ന് സൂര്യാട്ടം നല്ല ചൂടിലാട്ടാ. ഉച്ചരണ്ട് കുറച്ച് പരിപാടികൾ കാരണം എനിക്ക് ഉച്ചരണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ശരിയാട്ടോ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.